മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയെയും കണ്ണനെയാണ് കാണിക്കുന്നത്. മഹാലക്ഷ്മി കണ്ണനോട് കണ്ണേട്ടാന്ന് വിളിച്ചുകൊണ്ട് എന്തോ ഒന്ന് പറയാൻ ചെല്ലുമ്പം കണ്ണന് മനസ്സിലാവുന്നുണ്ട് ഉണ്ണീനെ രക്ഷിക്കുന്ന കാര്യം പറയാനാണ് വരുന്നതെന്ന്. അപ്പം കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, താൻ എന്താ പറയാൻ വന്നതെന്ന് എനിക്കറിയാം, താനത് പറയണ്ട, അവനത് അനുഭവിക്കണമെന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട്, കരുണ എൻ്റെ അനുജത്തിയാണ്, ഉണ്ണി ജയിലിൽ പോയാൽ അവളുടെ ജീവിതം തകരും, കരുണയുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയാണ് ഉണ്ണി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്, അതുകൊണ്ട് കണ്ണേട്ടൻ അവനെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, താൻ അവളുടെ ചേച്ചിയല്ലേ, തൻ്റെ ജീവിതം തകരുന്നതിനോ താൻ മരിക്കുന്നതിനോ ഒന്നും അവൾക്കും അവളുടെ അച്ഛനും മുത്തശ്ശിക്കും പ്രശ്നമില്ലല്ലോ, പിന്നെ തനിക്കെന്താ പ്രശ്നം, നമ്മളുടെ മരണം കാണാൻ ആഗ്രഹിച്ച് നടക്കുന്നവനാണ് എൻ്റെ അനിയൻ, അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണം, അവൻ ഇന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് പോയത്, ഈ കള്ളപ്പണം കണ്ടുകൊണ്ടാണ് അവൻ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പോയതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ വാമദേവനും മേഘനാഥനും പിന്നെ ഒരു വക്കീലും കൂടിയും പോലീസുകാരൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരനോട് പറയുന്നുണ്ട്, സാറേ ഉണ്ണി നിരപരാധിയാണ് എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, അതിപ്പോൾ എല്ലാവരും ആദ്യം അങ്ങനെ തന്നെയാണ് പറയാറ്, ശരിക്കും ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ ഉള്ളവരുടെയൊക്കെ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ ഇതുവരെ അവനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, അവൻ്റെ ഏട്ടനക്ക് അവനോട് തീരാത്ത പകയാണ്, അയാൾ ഇവനെ കേസിൽ കുടുക്കിയതാണ്, അല്ലാണ്ട് ഇവൻ ഇതിലൊന്നും പെട്ടവനല്ല എന്ന് പറയുമ്പം പോലീസുകാരൻ പറയുന്നുണ്ട്, കമലേശ്വരത്തെ കണ്ണനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു, എല്ലാവർക്കും അയാളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്, ഇതുപോലത്തെ ഒരു അഴിമതിക്കൊന്നും അയാൾ കൂട്ടു നിൽക്കില്ല എന്ന് എല്ലാവരും പറയണേന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അവൻ നിരപരാധിയാണ് സാറേന്ന്. അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, നിരപരാധിയായിട്ടാണോ, അവൻ്റെ മുറിയിൽ നിന്നും അവൻ്റെ ഷെൽഫിൽ നിന്നും ആണല്ലോ പൈസ കിട്ടിയത്, അതും അവനാണ് ബാഗ് ഞങ്ങൾക്ക് എടുത്ത് തന്നതെന്നൊക്കെ പറയണു. ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, ഇതിപ്പം ജാമ്യം എന്താ സാറ്, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കോടതിയിൽ തെളിയിച്ചോളാം എന്നൊക്കെ പറയണു. ഇപ്പം ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ജാമ്യം തന്ന് വിടാമെന്ന് പറയണു. ആ സമയത്ത് ഉണ്ണി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണീനോട് നീ ഒപ്പിട്ടിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു ഉണ്ണി അതിൽ ഒപ്പിട്ടിട്ട് പോണു. ആ സമയത്ത് വക്കീൽ ശരി സാറെന്നും പറഞ്ഞ് പോലീസുകാരന് കൈയൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വാമദേവനും മേഘനാഥനും ഉണ്ണിയും കൂടി കാറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പം മേഘനാഥൻ ഉണ്ണിയോട് പറയുന്നുണ്ട്, ആ കണ്ണൻ വക്കീലാണ്, കണ്ണൻ്റെ കൂട്ടുകാരൻ അനന്തവും വക്കീല, എന്നിട്ട് അവരാരും നിനക്ക് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് വന്നില്ല എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഇനി പറയണ്ട മേഘേട്ട, അയാളുടെ മുമ്പിൽ കൂടെയല്ലേ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്, അപ്പം ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കൃത്യമായിട്ട് കൊടുക്കണമെന്ന് അയാൾ പോലീസുകാരനോട് പറഞ്ഞത്, പിന്നീട് ഇവിടെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതും അങ്ങനെ തന്നെയാണെന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, അവൻ നിന്നോട് പക വീട്ടുകയാണെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, കരുണ പിണങ്ങി പോയതിൻ്റെ പേരിൽ ഞാൻ അയാളോട് ഉടക്കി എൻ്റെ വായിൽ തോന്നിയതല്ല ഞാൻ അയാളോട് പറഞ്ഞു, അതിൻ്റെ പ്രതികാരം തീർത്തതാണ് അയാളെന്നൊക്കെ പറയണു. ആ സമയത്ത് വക്കീൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വക്കീൽ വാമദേവനോട് ഞാനെന്നാൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം ഇപ്പം നമുക്ക് ജാമ്യം കിട്ടിയല്ലേ ഉള്ളൂ, കോടതിയിൽ ഇയാളൊന്ന് കസറിയേക്കണം, കേസൊക്കെ തേച്ചു മാച്ച് കളഞ്ഞേക്കണം എന്ന് പറയുമ്പം അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, കേസ് കോടതിയിൽ എത്തുന്ന സമയമാകുമ്പോഴേക്കും തെളിവൊക്കെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചോളണം. പിന്നീട് മേഘനാഥനോടും വാമദേവനോടൊക്കെ പോകാമെന്നും പറഞ്ഞ് വക്കീൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, നീ കരുണയെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഇനി അവൾ വരുമെന്ന് തോന്നണില്ല, കാരണം ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ അതിൻ്റെ നാണക്കേടിലായിരിക്കും അവളുടെ ചേച്ചിയുടെ മുമ്പിൽ തോറ്റതിൻ്റെ വിഷമത്തിൽ അവളിനി വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട്, പിരിയേണ്ടത് നിങ്ങളല്ല അവനും അവളും ആണ് എന്ന് പറയണു. അതിനുശേഷം പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും അവൻ നമ്മളെ കൂടുതൽ നിരീക്ഷിക്കും, അവൻ്റെ ചാരന്മാരാരെങ്കിലും നമ്മളുടെ കമ്പനിയിൽ ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ വിവരങ്ങളൊക്കെ അവൻ അറിയുന്നത്, ആ ചാരന്മാരെ നമ്മളിപ്പോൾ കണ്ടെത്തി കൊടുത്താലും അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടില്ല, നമ്മളെ പറഞ്ഞു വിടുള്ളൂ എന്നൊക്കെ വാമദേവൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, നമ്മൾ കുറേ നാളായില്ലേ മേഘേട്ടന് ഞാൻ ഈ ബിസിനസ് നടത്തണു, എന്തോരം കള്ളപ്പണം കൊടുക്കുകയും വാങ്ങുകയും ഞാൻ ചെയ്തേക്കണു, ഇതുവരെയും ഇത് പിടിക്കപ്പെട്ടിട്ടില്ല, ഇത് തീർച്ചയായിട്ടും അയാൾ ഒറ്റതിൻ്റെ പേരിലാണ് എന്നെ പിടിച്ചേക്കണേന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട്. പിന്നീട് മേഘനാഥൻ പറയുന്നുണ്ട്, കണ്ണൻ മഹാലക്ഷ്മിയുടെ കൂടെ തോമസ് ഡോക്ടറുടെ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവനോടെ തിരിച്ചു വരരുത്, അതിനു വേണ്ട എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യണം, അത് പ്രതാപനുമായിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് അത് നമ്മൾ പ്ലാൻ ചെയ്യണമെന്നൊക്കെ വാമദേവനും പറയണു. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഞാനത് ഏറ്റു, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം, നീ അതെനിക്ക് വിട്ടേരെ, ഇതെൻ്റെ വാക്കാ, നീ ഇപ്പോൾ പോയിക്കോ, എത്രയും പെട്ടെന്ന് നീ പോയി കരുണയെ തിരിച്ചു വിളിച്ചുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് മേഘനാഥനും വാമദേവനും കൂടെ ഉണ്ണിയെ പറഞ്ഞു വിടുന്നുണ്ട്. അതിനുശേഷം മേഘനാഥനും വാമദേവനും കൂടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനോട് വാമദേവൻ പറയുന്നുണ്ട്, അവനിപ്പോൾ
അവൻ്റെ അച്ഛനേക്കാളും വലിയ അപകടകാരിയായി മാറിയേക്കുവാണ്. അവൻ്റെ അച്ഛൻ ഇതുപോലെ കുഴപ്പക്കാരനായിരുന്നു എന്ന് പറയുമ്പം മേഘനാഥൻ പറയുന്നുണ്ട്, കെടാൻ പോകുന്ന വിളക്ക് ആളി കത്തുന്ന പോലെ അവനങ്ങോട്ട് കത്തട്ടെ അച്ഛാ, നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ പോണു. പിന്നീട് കാണിക്കുന്നത് കരുണ ഭയങ്കര ദേഷ്യത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഉണ്ണിയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറ് വരുന്ന കണ്ടതും കരുണ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പം പ്രതാപൻ വേണ്ട മോളെ എന്നും പറഞ്ഞ് കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപനോട് കരുണ പറയുന്നുണ്ട്, അച്ഛൻ മിണ്ടരുത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി ചെല്ലുമ്പം ഉണ്ണി കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയോട് കരുണ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഉള്ള ആളുകളെല്ലാം എൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അയ്യോ കരുണാലയത്തിലെ കുഞ്ഞിന് ഇതെന്താ പറ്റിയെന്നും ചോദിച്ചോ. വേറെ എന്തെങ്കിലും നല്ല കാര്യം അറിഞ്ഞാൽ ആരും വിളിക്കില്ല. ഇതിപ്പോൾ ചാനലിലൊക്കെ വന്ന് എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ഇങ്ങനെ വിളിച്ച് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവർക്കും സഹതപിക്കലാണ് പണി എന്നൊക്കെ പറയണു. ആ സമയത്ത് ഉണ്ണി കരുണയോട് പറയുന്നുണ്ട്, എന്നെ ഒറ്റിയത് എൻ്റെ ഏട്ടനാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പം ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ കരുണ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ അയാളെ അങ്ങോട്ട് കൊന്നിട്ട് വാ, അപ്പം ഞാൻ നിങ്ങളെ വേണമെങ്കിൽ ഭർത്താവായിട്ട് അംഗീകരിക്കാം എന്നൊക്കെ പറയണു. അത് കേട്ട് ഉണ്ണിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. പിന്നീട് കരുണ പറയുന്നുണ്ട്, ഇപ്പോൾ ആളുകൾ കള്ളപ്പണക്കാരനെ കാണാനായിട്ടും കൂടെ ഓടി വരും, അതിനു മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്കുക എന്നൊക്കെ പറയണു. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഭർത്താവിനൊരു വീഴ്ച വരുമ്പോൾ കൂടെ നിൽക്കേണ്ടവളല്ലേ ഭാര്യ എന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്ക് വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുച്ച് കൊണ്ടുവന്ന് തന്ന് എന്നെ സന്തോഷിപ്പിച്ചു. എന്നിട്ട് ആ സന്തോഷത്തിന് അല്പായുസേ ഉണ്ടായുള്ളൂ. ഇപ്പോഴും ചിരിക്കുന്നത് അവളാണ്, ആ ലക്ഷ്മി എന്നൊക്കെ പറയണു. ആ സമയത്ത് പ്രതാപൻ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് കരുണ വീണ്ടും പറയുന്നുണ്ട്, അവൾക്കിനി പറയാം എൻ്റെ ഭർത്താവ് കേസിൽ പ്രതിയാണെന്ന്. ഇനിയിപ്പോൾ ജയിലിൽ പോവുകയാണെങ്കിൽ ജയിൽ പുള്ളി എന്നുള്ള പേരും കിട്ടുമെന്ന് പറയുമ്പം പ്രതാപം വന്നിട്ട് മോളെ ഒന്ന് നിർത്തും മോളെ എന്ന് പറയുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തിനാ അവൾ നിർത്തുന്നത്? ജയിൽ പുള്ളി എന്നുള്ള പേര് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഉണ്ണി എന്നുള്ള പേരൊക്കെ എല്ലാവരും മറക്കും. പിന്നെ ജയിൽ പുള്ളി എന്നുള്ള പേരിൽ മാത്രമേ അറിയപ്പെടുള്ളൂ. അല്ലെങ്കിലും ആളുകൾക്കൊക്കെ എപ്പോഴും പറയലാണ്, അമ്പലത്തിൽ വരുന്ന കുറേ ദരിദ്രവാസി പെണ്ണുങ്ങളുണ്ട്, അവർക്കൊക്കെ പറയലാണ്, ലക്ഷ്മിയുടെ ഭർത്താവ് വീൽ ചെയറിലാണെങ്കിലും അവളുടെ ജീവിതം രക്ഷപ്പെട്ടുല്ലോ, കരുണേനേക്കാളും ഭാഗ്യവതി അവളാണെന്നാണ് എല്ലാ അവളുകളും പറയുന്നത്. ഇനി അവളുകളുടെയൊക്കെ പറച്ചിൽ കൂടും, അത് ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വന്നേന്നൊക്കെ മുത്തശ്ശിയും പറയണു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്കൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ പോലും എനിക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ അത്രയ്ക്കും പ്രശസ്തനായി കഴിഞ്ഞു. ഇപ്പോൾ ടി വിയിൽ വന്നു, നാളെ പത്രത്തിലും വരും. കമലേശ്വരത്തിലെ ഉണ്ണി കള്ളപ്പണക്കാരനാണെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ഒന്ന് നിർത്ത്, ഞാനും ഇതൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, അച്ഛനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു പിടിക്കാനുള്ള കഴിവും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിന് അത്രയ്ക്കുള്ള കഴിവൊന്നുമില്ല, വെറും കഴിവ് കെട്ടവനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നു. ഈ സമയത്ത് ഉണ്ണിക്ക് ദേഷ്യവും സങ്കടമൊക്കെ ആയിട്ട് ഉണ്ണി ഇങ്ങനെ നിൽക്കണു. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.